ഇതുപോലൊരു കാർഡ്ബോർഡ് എടുത്ത് ഹെൽമെറ്റിന്റെ രണ്ട് സൈഡിലും വെച്ചിട്ട് ഓടിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ചില പ്രീമിയം ഹെൽമെറ്റ്സ് വാങ്ങുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇതുപോലെ സൈഡ് വ്യൂ നല്ലപോലെ കുറയുന്നത്. ചില ഹെൽമെറ്റ്സ് ഒട്ടും കംഫർട്ട് ഇല്ലാത്തതുകൊണ്ട് അധികം നേരം വെച്ച് ഓടിക്കാനും പറ്റില്ല. സോ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വരാത്ത ഈ കാണുന്ന ബഡ്ജറ്റ് പ്രീമിയം ഹെൽമെറ്റ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2000 കിലോമീറ്ററിലധികം ഇത് വെച്ച് ഓടിച്ചിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് പറയാം. ഇതൊരു ECE 22.06 ആൻഡ് ISI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റ് ആണ്. മറ്റ് പല ബ്രാൻഡ്സിലുള്ള പോലെയും ബേസിക് ആയിട്ടുള്ള ABS അല്ല, പോളികാർബണേറ്റ് ഷെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഡീറിംഗും ഡ്യുവൽ വൈസറും ഉണ്ട്. പിൻലോക്ക് 30 ആണ് വരുന്നത്, ലെൻസ് ഇൻക്ലൂഡഡ് അല്ല. 1500 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. നമുക്കിത് വളരെ ലൈറ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും, കാരണം എന്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പക്കയാണ്. പെരിഫറൽ വിഷൻ, അതായത് സൈഡ് വ്യൂ മാക്സിമം കിട്ടുന്നുണ്ട്. ഒരു തവണ കണ്ടിന്യൂസ് 6 മണിക്കൂർ വരെ ഹെൽമെറ്റ് ഊരാതെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ഡിസ്കംഫോർട്ടോ പെയിനോ ഒന്നും വന്നിട്ടില്ല. എക്സസ് ആയിട്ട് വിൻ നോയ്സ് ഉള്ളതായിട്ടും തോന്നിയില്ല. ഇമ്പോർട്ടഡ് ഹെൽമെറ്റ് ആണ്. INMRC Moto2 Moto3 റേസിംഗിലൊക്കെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് NHK. അവരുടെ K5R എന്നൊരു മോഡലാണിത്. 10,000 രൂപയിൽ താഴെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഡെയിലി കമ്മ്യൂട്ടിലും ടൂറിങ്ങിനും പറ്റിയ സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ഒരു ഹെൽമെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യും. 6,200 രൂപയാണ് ഇപ്പോൾ MRP വരുന്നത്. ഇതിൽ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ള 2 നെഗറ്റീവ്സ് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.